ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണോ എന്ന് ഭയപ്പെടുന്ന വേളയിലാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിന്റെ 4ാം ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നത്. മിസൈലുകളും ഡ്രോണുകളും പശ്ചിമേഷ്യയുടെ ആകാശത്ത് തീമഴ പെയ്യ്ക്കുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ന്യൂഡൽഹിയിലേക്കാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് വിളിച്ച് സംസാരിച്ചത് വെറും ഒരു ഔദ്യോഗിക ചടങ്ങല്ല, മറിച്ച് ആഗോള പ്രതിസന്ധികളിൽ ഇന്ത്യ എന്ന മഹാശക്തിയുടെ ഇടപെടൽ എത്രത്തോളം അനിവാര്യമാണെന്നതിന് ലോകത്തിന് മുന്നിലുള്ള തെളിവാണ്. അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ തിരിച്ചെത്തിയ ശേഷം ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ഏറ്റവും നിർണായകമായ വിദേശ ഇടപെടലുകളിൽ ഒന്നാണിത്. ട്രംപിന്റെ അടുത്ത സഹായിയും അമേരിക്കൻ അംബാസഡറുമായ സെർജിയോ ഗോർ വ്യക്തമാക്കിയതുപോലെ ലോകത്തെ ബാധിക്കുന്ന ഏത് നിർണായക തീരുമാനത്തിലും പ്രധാനമന്ത്രി മോദിയെ ലൂപ്പിൽ നിർത്തുക എന്നത് അമേരിക്കയുടെ മുൻഗണനയാണ്. ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നതിലുപരി രണ്ട് കരുത്തരായ നേതാക്കൾ തമ്മിലുള്ള വ്യക്തിപരമായ വിശ്വാസത്തെ കൂടിയാണ് കാണിക്കുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ ചർച്ചകളും US അണ്ടർ സെക്രട്ടറിയുടെ ഡൽഹി സന്ദർശനവും വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു സത്യത്തിലേക്കാണ്: ഇന്ത്യയെ ഒഴിവാക്കി മിഡിൽ ഈസ്റ്റിൽ ഒരു ശാശ്വത പരിഹാരം സാധ്യമല്ല. ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചയിലെ പ്രധാന വിഷയം ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയായിരുന്നു. ലോകത്തിലെ എണ്ണവാതക വിതരണത്തിന്റെ ഏകദേശം 20 മുതൽ 25% വരെ കടന്നുപോകുന്ന ഈ പാത അടഞ്ഞുപോയാൽ അത് ആഗോള സാമ്പത്തിക തകർച്ചയ്ക്ക് വഴിവെക്കും. ഇറാനുമായി ചരിത്രപരമായും തന്ത്രപരമായും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ. ചബഹർ തുറമുഖം ഉൾപ്പെടെയുള്ള പദ്ധതികൾ വഴി ഇറാനിൽ ഇന്ത്യക്ക് വലിയ സ്വാധീനമുണ്ട്. ഈ സ്വാധീനം ഉപയോഗിച്ച് ഇറാനെ ചർച്ചകളുടെ മേശയിലേക്ക് കൊണ്ടുവരാനും സംഘർഷം ലഘൂകരിക്കാനും ഇന്ത്യക്ക് സാധിക്കുമെന്നും ട്രംപ് വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കും ഈ പാത തുറന്നു കിട്ടേണ്ടത് അത്യാവശ്യമാണ്. ലോകത്തിന് ഹോർമുസ് കടലിടുക്ക് തുറന്നു കിട്ടണമെന്ന പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് കേവലം ഒരു ആഗ്രഹം മാത്രമല്ല, മറിച്ച് ഒരു ലോക നേതാവിന്റെ ഉത്തരവാദിത്ത ബോധമാണ്. യുദ്ധ സാഹചര്യത്തിലും സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് സുരക്ഷിത പാതയൊരുക്കാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നത് ഇന്ത്യയുടെ വലിയ നയതന്ത്ര വിജയമായും കണക്കാക്കാം. ഒരു വശത്ത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുമ്പോൾ തന്നെ മറുവശത്ത് ഇറാന്റെ പരമാധികാരത്തെ മാനിക്കാനും അവരുമായി സംഭാഷണങ്ങൾ തുടരാനും ഇന്ത്യക്ക് സാധിക്കുന്നു. നയതന്ത്ര ലോകത്തെ ഈ സന്തുലിതാവസ്ഥ ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അന്തസ്സ് വാനോളം ഉയർത്തിയിട്ടുമുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിലും ഇന്ത്യ ഇതേ പക്വതയാർന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇത് യുദ്ധത്തിനുള്ള യുഗമല്ല എന്ന പ്രധാനമന്ത്രി മോദിയുടെ പ്രഖ്യാപനം ആഗോള തലത്തിൽ വലിയ ചർച്ചയായിരുന്നു. അതേ നിലപാട് തന്നെയാണ് പശ്ചിമേഷ്യൻ വിഷയത്തിലും ഇന്ത്യ പിന്തുടർന്നത്. ഒരു പക്ഷത്തും ചേരാതെ എന്നാൽ സമാധാനത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിന്നുകൊണ്ട് ലോകക്രമത്തെ നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു. ഇറാൻ പ്രതിസന്ധിയിൽ പാകിസ്ഥാൻ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അത് കേവലം സ്വന്തം നിലനിൽപ്പിനായുള്ള ശ്രമം മാത്രമാണെന്നാണ് ഭൗമരാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നത്. ആഭ്യന്തര കലഹങ്ങളിലും കടുത്ത സാമ്പത്തിക തകർച്ചയിലും ഉഴലുന്ന പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനുള്ള ഒരു വഴിയിലാണ് ഇതിനെ കാണുന്നത്. അമേരിക്ക പാകിസ്ഥാനെ ചർച്ചയ്ക്കായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് കേവലം ഭൂമിശാസ്ത്രപരമായ സാമീപ്യം കൊണ്ട് മാത്രമാണ്. ഒരു സന്ദേശവാഹകന്റെ റോൾ മാത്രമാണ് പാകിസ്ഥാനുള്ളത്. നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലും ലോകരാജ്യങ്ങളെ വിശ്വാസത്തിൽ എടുക്കുന്നതിലും ഇന്ത്യയാണ് യഥാർത്ഥ ഗെയിം ചേഞ്ചർ. പാകിസ്ഥാന്റെ പങ്കാളിത്തം കേവലം സാങ്കേതിക വിദ്യയായിരിക്കുമ്പോൾ ഇന്ത്യയുടേത് തന്ത്രപരവും നിർണായകവുമാണ്. അതുകൊണ്ടാണ് ട്രംപ് പ്രധാനമന്ത്രി മോദിയെ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സമയം കണ്ടെത്തുന്നത്. അമേരിക്കൻ അണ്ടർ സെക്രട്ടറി എൻബ്രിഡ്ജ് കോൾബി ഡൽഹിയിൽ വെച്ച് നടത്തിയ പ്രസ്താവന അതീവ ശ്രദ്ധേയമാണ്. ചൈനയുടെ വളർച്ചയെ പ്രതിരോധിക്കാൻ മേഖലയിലെ ഏറ്റവും വിശ്വസ്തമായ ശക്തി ഇന്ത്യയാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ഇന്ത്യ ഒരു ആവശ്യ പങ്കാളി എന്നാണ് പെന്റഗൺ വിശേഷിപ്പിച്ചത്. ദക്ഷിണേന്ത്യയിലെ അധികാര കേന്ദ്രം ന്യൂഡൽഹിയിലാണെന്ന പ്രഖ്യാപനം കൂടിയാണിത്. പശ്ചിമേഷ്യയിലെ യുദ്ധം വഴി ചൈന അവിടെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് തടയാൻ ഇന്ത്യയുടെ സാന്നിധ്യം അമേരിക്കയ്ക്ക് അത്യാവശ്യമാണ്. ഭൗമരാഷ്ട്രീയ വിശകലന വിദഗ്ധൻ ബ്രഹ്മ ചെല്ലാനിയുടെ നിരീക്ഷണ പ്രകാരം ഇന്ത്യയുടെ വിദേശ നയം അതിന്റെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പാകിസ്ഥാൻ ഒരു ഉപകരണമായി അമേരിക്ക ഉപയോഗിക്കുമ്പോൾ ഇന്ത്യ ഒരു പങ്കാളിയായാണ് അവർ കാണുന്നത്. ഈ വ്യത്യാസം വളരെ വലുതാണ്. തങ്ങളുടെ തന്ത്രപരമായ സ്വയംഭരണം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ആഗോള പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഇന്ത്യക്ക് സാധിക്കുന്നു. അമേരിക്കയുമായി പ്രതിരോധ പങ്കാളിത്തം പുലർത്തുമ്പോൾ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലോ ഇറാനുമായി ചർച്ച നടത്തുന്നതിലോ ഇന്ത്യ മടി കാണിക്കുന്നില്ല. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര താൽപര്യങ്ങൾക്കും ആഗോള സമാധാനത്തിനും ഒരുപോലെ ഗുണകരമാണ്. ഈ യുദ്ധം 4ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. ഗാസയിലും ലെബനിലും ഇസ്രയേലിലും ജനങ്ങൾ ഭീതിയോടെയാണ് കഴിയുന്നത്. ഇറാന്റെ മിസൈൽ പ്രഹരശേഷിയും ഇസ്രയേലിന്റെ തിരിച്ചടിയും പശ്ചിമേഷ്യ ഒരു ചാര കൂമ്പാരമാക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ സർക്കാരിന് പ്രധാനമാണ്. യുദ്ധം നീണ്ടുപോയാൽ എണ്ണവില വർദ്ധിക്കുകയും അത് ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വിലയെ ബാധിക്കുകയും ചെയ്യും. ഇത് വിലക്കയറ്റത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ കൂടി ആവശ്യമാണ്. ഇതിനായി പ്രധാനമന്ത്രി മോദി നേരിട്ട് ഇടപെടുന്നത് രാജ്യത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ പുലർത്തുന്ന പക്വതയാർന്ന നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുമുണ്ട്. ഇന്ത്യ ഒരു ഇരയല്ല, മറിച്ച് പരിഹാരത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം ലോകത്തിന് കാട്ടിക്കൊടുത്തു. യുദ്ധ സാഹചര്യങ്ങളിലും സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് സുരക്ഷിത പാതയൊരുക്കാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നതും ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. ട്രംപ് ഭരണകൂടം മോദി ഒരു സമാധാന ദൂതനായി കാണുന്നത് വരും ദിവസങ്ങളിൽ സമാധാന ചർച്ചകൾക്ക് പുതിയ വേഗത നൽകും. മിഡിൽ ഈസ്റ്റിൽ ഈ നിർണായക നിമിഷത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യം മുമ്പത്തേക്കാളും വർദ്ധിച്ചിരിക്കുകയാണ്. മോദിയും ട്രംപും തമ്മിലുള്ള ഫോൺ കോൾ വെറും ഒരു സംസാരമല്ല, മറിച്ച് വരാൻ
വരാനിരിക്കുന്ന പുതിയ ലോകക്രമത്തിന്റെ സൂചനയാണ്. ലോകത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിലും യുദ്ധത്തിന്റെ തീവ്രത ലഘൂകരിക്കുന്നതിലും ഇന്ത്യ വഹിക്കുന്ന ഈ നേതൃത്വപരമായ പങ്ക് വരും തലമുറകൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. സമാധാനത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ലോകക്രമത്തെ നിയന്ത്രിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുവെന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. പശ്ചിമേഷ്യയിലെ ആകാശം തെളിയാൻ ന്യൂഡൽഹിയിൽ നിന്നുള്ള നീക്കങ്ങൾക്കായി ലോകം കാത്തിരിക്കുകയാണ്.